പെരുമ്പാവൂരിലെ ജിഷ കൊലക്കേസിൽ നിർണായക വഴിത്തിരിവ്. പ്രതിയുടേതെന്ന് സംശയിക്കുന്നയാളിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ജിഷയുടെ വീടിന് സമീപമുള്ള കടയിലെ സിസിടിവി ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി. ടോബി, ഈ ലഭിച്ചുവെന്ന് പറയുന്ന സിസിടിവി ദൃശ്യങ്ങൾ കേസന്വേഷണത്തിൽ എത്രത്തോളം നിർണായകമാകും എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരങ്ങൾ? സൈഫ്, തീർച്ചയായിട്ടും വളരെയധികം നിർണായകമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ്. കാരണം നേരത്തെ സാക്ഷിമൊഴികളിൽ നിന്നും അതുപോലെ തന്നെ രേഖാചിത്രവും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇത് പ്രതിയുടേതാകാം എന്നുള്ള സംശയത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാക്ഷിമൊഴികളിൽ ഇത് ഒരു മഞ്ഞ ഷർട്ട് ധരിച്ച ഒരാളെ കണ്ടുവെന്ന് പലരും സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു. ജിഷയുടെ വീടിന്റെ സമീപത്തുള്ള ചിലർ തന്നെ ഈ സാക്ഷിമൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടന്നത്. തുടർന്ന് 2 വിദ്യാർത്ഥികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം അവസാനത്തെ രേഖാചിത്രം വരച്ചത്. ഇതുമായി സാമ്യമുള്ളവരെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു പിന്നീടുള്ള ഇപ്പോഴത്തെ അന്വേഷണ സംഘം തിരഞ്ഞുകൊണ്ടിരുന്നത്. DNA പരിശോധനാ ഫലവും അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട്, പ്രതിയുടേതെന്ന് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാമ്യമുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ സാക്ഷിമൊഴികളുടെയും രേഖാചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അതുമായി രൂപസാദൃശ്യമുള്ള ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജിഷയുടെ വീടിന്റെ ഏകദേശം അടുത്ത് തന്നെ 1 കിലോമീറ്ററിനുള്ളിൽ തന്നെയുള്ള ഒരു വളം ഡിപ്പോയിൽ നിന്നും ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നത്. മഞ്ഞ ഷർട്ട് ധരിച്ച ഒരാൾ ഈ CCTV വഴിയിൽ കൂടി നടന്നു പോകുന്നത് ഈ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ത്രീയും ഇതിലെ ഈ CCTVയിലൂടെ അതേസമയം തന്നെ നടന്നു പോകുന്നുണ്ട്. ഇത് ജിഷയുടേതാണോ അതുപോലെ തന്നെ ജിഷയുടെ കൊലപാതകയാണോ ഇത് എന്നുള്ളതിനെ കുറിച്ചുള്ള സ്ഥിരീകരണമാണ് ഇനി വരേണ്ടതുള്ളത്. അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഏകദേശം 40 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരാളുടെ ദൃശ്യമാണ് എന്നുള്ള സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്ത്രീ ആരാണെന്നുള്ളതിനെ കുറിച്ച് അന്വേഷണ സംഘത്തിന് വ്യക്തതയില്ല. കാരണം സ്ത്രീയുടെ തല കാണാൻ സാധിക്കുന്നില്ല, ഉടൽ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. എന്തായാലും നമ്മൾ അല്പസമയം മുമ്പ് ആ കടയിൽ സന്ദർശിച്ചിരുന്നു. ആ സമയത്തൊന്നും തന്നെ അവിചാരിതമായോ അല്ല അസ്വാഭാവികമായോ ആരെയും കണ്ടിട്ടില്ലെന്നാണ് കടയുടമ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കാരണം ഇവിടെ നിന്നും അല്പം ദൂരെയാണ്, ഏകദേശം 1 കിലോമീറ്ററിനുള്ളിലാണ് ജിഷയുടെ വീടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നടന്ന സംഭവങ്ങളൊന്നും ആ സമയം ഇവർ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അസ്വാഭാവികമായിട്ടൊന്നും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നാണ് ഈ കടയുടമ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതേസമയം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ചില ഓട്ടോ ഡ്രൈവർമാർ ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ രേഖാചിത്രത്തിൽ ആ രൂപസാദൃശ്യമുള്ള ചിലരെ കണ്ടതായിട്ട് ചില ഓട്ടോ ഡ്രൈവർ അടക്കമുള്ളവർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായി പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇവരെ കണ്ടതെന്ന് പറയുന്നു. എന്നാൽ കൃത്യസമയം ഇത് സംബന്ധിച്ച് നമുക്കിപ്പോൾ ലഭിച്ചിട്ടില്ല. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇതുപോലെ ഒരാൾ ഇതുവഴി പാസ് ചെയ്യുന്നത് കണ്ടുവെന്ന് അല്ലെങ്കിൽ കടന്നു പോകുന്നത് കണ്ടുവെന്ന് ചിലർ മൊഴി നൽകിയിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, അന്വേഷണ സംഘം നേരത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്നത് മറ്റൊരു ദിശയിലേക്കാണ്. അതായത് പ്രതി വീടിന്റെ പുറകിലൂടെ ഇറങ്ങി കനാലിൽ കൂടി കയറി മറ്റൊരു ദിശയിലേക്ക് പോയി എന്നായിരുന്നു അന്വേഷണ സംഘം പറഞ്ഞിരുന്നത്. ആദ്യ അന്വേഷണ സംഘം ആ വഴിയായിരുന്നു അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് എതിർവശത്തേക്ക് നടന്നാൽ മാത്രമേ ഈ പറയുന്ന ഈ CCTV ഇരിക്കുന്ന കടയുടെ വശത്തേക്ക് എത്താൻ സാധിക്കൂ എന്നുള്ളതും വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ഈ വഴിയിലേക്ക് വരുന്ന വശത്തുള്ള വീടുകളിലും കടകളിലും വിശദമായിട്ടുള്ള മൊഴിയെടുപ്പ് അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. നേരത്തെയും ഇവിടെ മൊഴിയെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെരുമ്പാവൂർ ജിഷ കൊലക്കേസിൽ നിർണായകമായ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. പ്രതിയുടേതെന്ന് സംശയിക്കുന്നയാളിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. ജിഷയുടെ വീടിന് സമീപമുള്ള കടയിലെ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ടോബി ജോൺസനാണ് വിശദാംശങ്ങൾ നൽകിയത്.